വീണ്ടും ഒരു ഇന്നോവയുമായിട്ടാണ് ഇന്ന് മദാരി മോട്ടോഴ്സ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. റീ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ്. 2012 മോഡൽ, വി ഓപ്ഷൻ വരുന്നതാണ്. കേൾട്ടൺ BJയിൽ നമ്പർ ആയിട്ടുണ്ട്. 1,48,000 കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. യാതൊരു മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ 2 റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസും ഡിക്കിന്റെ ഗ്ലാസും റീപ്ലേസ് ചെയ്തതാണ്. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ യാതൊരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ടച്ചപ്പ് ഒന്നും ചെയ്യാനൊന്നുമില്ല. ടയർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ആൾമോസ്റ്റ് ഒരു 60-70% മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനി അലോയ് വരുന്നുണ്ട്. വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക് വൈഫർ വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, പിന്നെ ഒരു ഡിക്ക് സ്പോയിലർ വരുന്നുണ്ട്. യാതൊരു പഞ്ചിങ്ങും കാര്യങ്ങളൊന്നും അളകിയിട്ടില്ല. ഈ ഗ്ലാസ് മാത്രമാണ് റീപ്ലേസ് ചെയ്തത്. ഡിക്ക് റീപ്ലേസ് ചെയ്തില്ല, ഡിക്കിന്റെ ഗ്ലാസ് മാത്രമാണ് റീപ്ലേസ് ചെയ്തത്. പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് കമ്പനി പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല പക്ക നീറ്റിലാണ് ഇന്റീരിയർ ഭാഗം ഉള്ളത്. ഡാഷ്ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഡുവൽ കളറിലാണ് ഡാഷ്ബോർഡ് ഉള്ളത്. വി ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ 2 എയർ ബാഗ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് കൺട്രോൾ AC വരുന്നുണ്ട്. ചെറിയൊരു സ്ക്രീൻ ഇവിടെ വരുന്നുണ്ട്. 4 AC എയർ ഫ്ലോർ വരുന്നുണ്ട്. സ്റ്റാരിംഗ് നോക്കുകയാണെങ്കിൽ കോളിംഗ് ബട്ടണും പിന്നെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡ്രൈവിംഗ് ഭാഗത്തിൽ ഡോർ പാഡിലേക്ക് നോക്കുകയാണെങ്കിൽ 4 വുഡ് ആൻഡ് ടൈപ്പിലൊരു ഫിനിഷിംഗ് ഇവിടെ വരുന്നുണ്ട്. CTRൻ്റെ അതേ ഒരു ഫിനിഷിങ്ങിൽ ഡോർ പാഡിങ്ങിൽ ഇവിടെ ഒരു കളറിങ് വരുന്നുണ്ട്. ഇനി ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ്, നല്ല വൃത്തിയോടെ തന്നെയാണ് ടോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. ടോപ്പിലാണെങ്കിലും 4 AC എയർ ഫ്ലോർ വരുന്നുണ്ട്. സീറ്റ് കവറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു റെഡ് ആൻഡ് ബ്ലാക്കിലാണ് സീറ്റ് കവർ ചെയ്തിട്ടുള്ളത്. ഒരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് സീറ്റ് കവറൊക്കെ ഉള്ളത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് ഇന്റീരിയർ ഭാഗം ഉള്ളത്. എഞ്ചിൻ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ യാതൊരു പഞ്ചിങ്ങോ പേസ്റ്റിങ്ങോ ഒന്നും അളകിയിട്ടില്ല കേട്ടോ. ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. കമ്പനി പഞ്ചിങ് വരുന്നുണ്ട്, കമ്പനി പേസ്റ്റിങ് വരുന്നുണ്ട്. ബോണറ്റ് റീപ്ലേസ് ഇല്ല. ഈ മെയിൻ ഗ്ലാസ് മാത്രമാണ് ഈ ഫ്രണ്ടിൽ മാറ്റിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് ഈ എഞ്ചിൻ ഭാഗം ഉള്ളത്. വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 7,80,000 രൂപയാണ്. ചെറുതായിട്ട് നെഗോഷ്യബിൾ ആയി ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വെള്ളുവങ്ങാട് എന്ന സ്ഥലത്താണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.